എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്തുമാത്രം ക്ലിയർ ആയിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ, കാരണം ഭയങ്കര സൗണ്ടായിരുന്നു അവിടെ. അപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഒന്നും കൂടി പറയുന്നത്. ഗ്രാൻഡ് ഹയാത്തിൽ വെച്ചിട്ടായിരുന്നു ഹോളി സെലിബ്രേഷൻ ഉണ്ടായത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സായിട്ടാണ് പോയത്. അവരൊക്കെയാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾ കാണുള്ളൂ. അതുപോലെ അവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നതെന്നുള്ളതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ 5 PM മുതൽ 9 PM വരെയായിരുന്നു നമ്മളുടെ പ്രോഗ്രാം ഉണ്ടായത്. പക്ഷേ 9 PM കഴിഞ്ഞിട്ടും കുറച്ച് നേരം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഫുഡ് ബൂഫി ആയിരുന്നു. നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കൂടുതലും നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ആയിരുന്നു. കൂടുതലും തന്നെയല്ല, എല്ലാ ഐറ്റംസും തന്നെ നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള ഫുഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. നമ്മളവിടെ ഒരു 5:30 ആ ഒരു സമയപ്പോഴേക്കും ചെന്ന സമയത്ത് നല്ല ചൂടൊക്കെ ആയിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് മിക്കവരും അവിടെ എത്തിയവരൊക്കെ തന്നെയും ഓൾറെഡി ഹോളിയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫുഡിൻ്റെ ഏരിയ ആണ് ഈ കാണുന്നത്. അവർ ലൈവായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നമ്മൾക്ക് കുറച്ചൊക്കെ ഫുഡൊക്കെ ട്രൈ ചെയ്തായിരുന്നു. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊന്നും നോർത്ത് ഇന്ത്യൻ ഫുഡ്സിൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ലല്ലോ. എന്നാലും ചില ഐറ്റംസൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കൂടുതലും അവിടുത്തെ ആ ഹോളി സെലിബ്രേഷൻ, ഇതുവരെ ഹോളി സെലിബ്രേറ്റ് ചെയ്യാത്തതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് ഫുഡൊന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ നല്ല രീതിയിലുള്ള ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് വന്ന് ട്രൈ ചെയ്യാവുന്നതൊക്കെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഡ്രിങ്ക്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ഫുഡും ആയിരുന്നു കേട്ടോ. ഡെസേർട്ട് ഐറ്റംസും അവർ വേറൊരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫലൂഡ ഒക്കെ അവർ ലൈവായിട്ട് തന്നെ ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. ഏതൊക്കെ ഫ്രൂട്ട്സാണ് ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ അവർ അവിടെ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഐസ്ക്രീംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുറേ കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ഡ്രസ്സിൽ ഓൾറെഡി തന്നെ അവിടെ മൊത്തം കളറൊക്കെ ആയി നല്ല കളർഫുള്ളായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിള്ളേരെ കാണാൻ വേണ്ടി നല്ല കളർഫുള്ളായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ റെയിൻ ഡാൻസും അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നനയാൻ അത്ര താല്പര്യം ഇല്ലാതിരുന്നതുകൊണ്ട് ഓൾറെഡി അതിൻ്റെ കളർ തന്നെ നല്ല രീതിയിൽ നമ്മുടെ മേത്ത് ആവുന്നുണ്ടായിരുന്നു. അതിൽ റെഡ് കളർ ഒട്ടും പോകുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും എൻ്റെ മേത്ത് നിന്ന് പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു 2 to 3 days എങ്കിലും എടുക്കും അത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ റെയിൻ ഡാൻസിൽ ഞാൻ റെയിൻ ഡാൻസ് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയായതുകൊണ്ട് ഞാൻ അത്ര പോയി നിന്നില്ല. പക്ഷേ കുറേ പേരൊക്കെ റെയിൻ ഡാൻസിലൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചൂടൊക്കെ കുറച്ച് കുറയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ചിലവരൊക്കെ ആദ്യമേ തന്നെ റെയിൻ ഡാൻസിൽ പോകുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് DJ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു. സെലിബ്രിറ്റീസിനെ അധികം കണ്ടില്ല ഞാൻ ആക്ച്വലി. അത് ഞാൻ കുറച്ച് എക്സ്പെക്റ്റ് ചെയ്തിരുന്നതും. ഗ്രാൻഡ് ഹയാത്തിലാവുമ്പോൾ കുറച്ച് പേര് കൂടുതൽ വരുന്നു വിചാരിച്ചത്. പിന്നെ ക്രൗഡും അങ്ങനെ ഭയങ്കര ക്രൗഡ് എന്ന് പറയാനുണ്ടായിരുന്നില്ല. കമ്പാരിറ്റീവ്ലി ക്രൗഡ് കുറവായിരുന്നു. കാരണം കുറേ സ്ഥലത്ത് വേറെയും ഹോളി സെലിബ്രേഷൻ നടക്കുന്നുണ്ടായിരുന്നു. ലേ മെറിഡിയൻ, ക്രൗൺ പ്ലാസ അതുപോലെയുള്ള സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടായിരുന്നു. അപ്പം മേ ബി അതുകൊണ്ടായിരിക്കും എല്ലാവരും സ്പ്ലിറ്റായി പോയതായിരിക്കും. എനിക്ക് പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് ഹോളി ആയതുകൊണ്ട്. എല്ലാവർക്കും അതുപോലെ തന്നെയാണോ എന്നറിയില്ല. കാരണം അവരവിടെ കുറേ പേര് എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ച് നടക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം വന്നവർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, അല്ലാത്തവർ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞു. കാരണം വിചാരിച്ചത്ര ക്രൗഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുഡും അത്രയും നല്ലതായിരുന്നില്ല എന്ന് തന്നെയാണ് കേട്ടത്. പിന്നെ നോർത്ത് ഈസ്റ്റ് ഫുഡ് ആയതുകൊണ്ട് എനിക്ക് അത്രയും അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. നമ്മുടെ നാടൻ ഫുഡിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ.
ചെറിയൊരു ഹോളി സെലിബ്രേഷൻ വീഡിയോ നമുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇനിയും ഇതുപോലത്തെ എക്സൈറ്റഡ് വീഡിയോസാണ് ഞാൻ വരാം. അതുവരേക്കും ദിസ് ഈസ് നീതു സൈനിങ് ഓഫ്. ബൈ.